ഹലോ ഫ്രണ്ട്സ്, ഇത് ആ ചരുവത്തിരിക്കുന്ന ആ പ്ലേറ്റൊക്കെ ഇല്ലേ, അമ്മയാണെങ്കിൽ അത് കൊടുത്തിട്ട് വേറെത് വാങ്ങാൻ വേണ്ടി നിൽക്കുവാണേ. പഴയ ചരുവം, കുക്കർ, അങ്ങനെ 2-3 ഐറ്റം. അപ്പോൾ അത് കൊടുത്തിട്ടാണെങ്കിൽ അമ്മ ചെറിയൊരു കുക്കർ വാങ്ങിച്ച് 3 ലിറ്ററിൻ്റെ ഒരു കുക്കർ വാങ്ങി, പിന്നെ ഒരു ചായച്ചരുവം വാങ്ങി. ഇവിടെ ഉള്ളതിൻ്റെ പിടി അങ്ങ് പോയായിരുന്നു കേട്ടോ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചായച്ചരുവം വാങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ വെള്ളം മാറിയിട്ടുണ്ടായിരുന്നേ. അമ്മയാണ് മാറിയത്. അധികം മീനൊന്നും ഇല്ല, ഇപ്പം ഒരു 6-7 ഗപ്പിയൊക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ അതിൻ്റെയൊക്കെ വെള്ളം മാറി. നമുക്കാണെങ്കിൽ നേരത്തെ ഇവിടെ ടാങ്കിലൊക്കെ നിറയെ മീനുണ്ടായിരുന്നു. ഇപ്പം എന്തോ ഇല്ല, ഇനിയെല്ലാം വാങ്ങണം. പിന്നെ അച്ഛൻ ചീനി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അമ്മ ചീനിയൊക്കെ അരിയാണ് വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മീനൊന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെ മീൻ വാങ്ങാൻ പോയി. ചിലപ്പം മീൻ വാങ്ങും, അല്ലെങ്കിൽ ചിക്കൻ വാങ്ങും. പിന്നെ അതേ നമുക്കാണെങ്കിൽ കുറച്ച് ചെമ്പോട്ടിക്ക് ഇരിപ്പുണ്ടായിരുന്നു. അത് അച്ചാറൊക്കെ ഇടാന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ അമ്മ ഇവിടെ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറ്റേ സൈഡിൽ കൂടെ ആണെങ്കിൽ ഒരു ഷേക്ക് അടിക്കാമെന്ന് വെച്ചിട്ടോ. ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഏത്തക്ക എടുത്തിട്ട് ഒന്ന് ഷേക്ക് അടിക്കാമെന്ന് വെച്ച്. അപ്പോഴത്തേക്ക് അതോടെ നമ്മുടെ കറിയൊക്കെ ഏതാണ്ട് സെറ്റാകാറായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കറിയെല്ലാം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തേക്ക് എൻ്റെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ അത് കുടിക്കാമെന്ന് വെച്ച്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഗ്ലാസ്സിൽ ഒഴിച്ച്, പിന്നെ ഞാനും അമ്മയും കൂടെ ഒഴിച്ച് കുടിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ബിനുവാണനാണെങ്കിൽ ഇതിലെ കൂടെ പോയപ്പം ഒരു ചാക്ക് നിറച്ചും കമ്പിളി നാരങ്ങയിട്ട് പോകുന്നു. അപ്പോൾ അതിൽ നിന്ന് അച്ഛൻ 2-3 എടുത്ത്. അപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ചോറും ചീനിയും ചിക്കൻ കറിയും തൈരും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വെച്ച്. എനിക്ക് പല്ല് ബ്രേസസ് ഇട്ടുകൊണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മുടെ കുട്ടി ചീരയൊക്കെ കിളിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് പിന്നെ കുറേ സമയം അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാര നടന്ന്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു.